എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ ഹോട്ട് ടോപ്പിക്സ് ആണ്. ഡിഗ്രി പ്രിലിംസിനും ഡിഗ്രി മെയിൻസിനും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് ആണ്. അതിൽ ഇന്നിപ്പോൾ പറയുന്നത് ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ്. 1938 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. അപ്പോൾ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. 1938 ഒക്ടോബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത്. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയായിരുന്നു ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രധാന ലക്ഷ്യം. ദേശീയ ആസൂത്രണ സമിതിയിൽ ചെയർമാനെ കൂടാതെ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 10 അംഗങ്ങളുണ്ടായിരുന്നു. ചെയർമാനെ കൂടാതെ 10 അംഗങ്ങളാണ് ദേശീയ ആസൂത്രണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു എം വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, മേഘനാഥ് സാഹ, അമ്പലൽ സാരാഭായ്. എം വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, മേഘനാഥ് സാഹ, അമ്പലൽ സാരാഭായ്. 1938 ഡിസംബർ 17 ബോംബെയിൽ വച്ചാണ് ദേശീയ ആസൂത്രണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. 1938 ഡിസംബർ 17 ബോംബെയിൽ വെച്ചിട്ടാണ് ദേശീയ ആസൂത്രണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യയുടെ എക്കണോമിക്, കൾച്ചറൽ, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ആസൂത്രണ സമിതി സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരുന്നു. എക്കണോമിക്, കൾച്ചറൽ, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സബ് കമ്മിറ്റികൾ രൂപം നൽകിയിരുന്നു. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനം നടന്നത്. അന്ന് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ 1944 ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. ബോംബെ പദ്ധതി തയ്യാറാക്കിയത് 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എം.എൻ. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ. ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയ പദ്ധതിയാണ് ജനകീയ പദ്ധതി. ആവിഷ്കരിച്ചത് എം.എൻ. റോയ്. കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം 1950 മാർച്ച് 15 1950 മാർച്ച് 15 കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലെ നീതി ആയോഗായി മാറിയത് 2015 ജനുവരി 1 2015 ജനുവരി 1 നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലെ നീതി ആയോഗായി മാറിയത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയായിരുന്നു എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമായിരുന്നു ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയ നയമായിരുന്നു 1948 വ്യാവസായിക നയം. ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയ നയം 1948 വ്യാവസായിക നയം. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1948. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു.
ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമാധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1938 ഒക്ടോബറിലായിരുന്നു. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 17 ബോംബെയിൽ വെച്ചാണ്. 1938 ഡിസംബർ 17 ബോംബെയിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ദേശീയ ആസൂത്രണ സമിതിയിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചെയർമാനെ കൂടാതെ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാന അംഗങ്ങൾ എം വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, മേഘനാഥ് സാഹ, അംബലൽ സാരാഭായ്.